വെച്ച കേസിൽ ഇപ്പോൾ ഭയങ്കര വഴിത്തിരിവ് വന്നിരിക്കുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിധി പകർപ്പ് പുറത്തായിരിക്കണം. അപ്പോൾ ആ വിധി പകർപ്പ് കണ്ടപ്പോൾ എല്ലാം അതിൽ കൃത്യമായിട്ട് ജഡ്ജി നോട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 1117 പേജുണ്ട് വിധിന്യായം. ആ വിധിന്യായത്തിൽ അക്കമിട്ടുകൊണ്ട് എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദിലീപിനെ വിട്ടത്, എന്ത് തെളിവുകൾ, ഒരു ദിലീപിനെതിരെ ഒരു കടലാസിൻ്റെ കഷ്ണം പോലും ജഡ്ജിയുടെ മുമ്പിൽ വന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്താണ് എന്ന് ജഡ്ജിക്ക് പോലും അറിയില്ല. ഇപ്പോൾ അതിനൊരു സൂചന നമ്മൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നടീനെ ആക്രമിക്കുന്ന കേസ് അന്ന് നടക്കുന്ന ദിവസം, അന്ന് ഈ നടീനെ പിന്തുടർന്ന് ഇവൻ വരുന്ന സമയത്ത് ഈ നടീനെ പിടിച്ച് കയറ്റി അത് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് പൾസർ സുനിക്ക് ഒരു കോൾ വന്നു, ഒരു ഫോൺ വന്നു. ആ ഫോൺ വന്നത് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ ഫോണാണ് വന്നത്. എന്താ സംസാരിച്ചത് എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ പോലീസ് ആ സമയത്ത് വന്ന കോൾ റെക്കോർഡർ അന്വേഷിച്ച് ശ്രീലക്ഷ്മിയുടെ അടുത്ത് പോയില്ല. അത് പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് സുനിയുടെ എന്തോ ഒരു സ്വകാര്യ പരിപാടിക്ക് വേണ്ടിയുള്ള ഏതോ ഒരു സ്ത്രീയാണ്, അതിൻ്റെ പിന്നാലെ പോയിട്ട് നമുക്കൊരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീനെ ഒഴിവാക്കി. അപ്പോൾ ഇതിൽ വ്യക്തമായിട്ട് സുനി പറയുന്നുണ്ട്, നമ്മുടെ ആക്രമിക്കപ്പെട്ട നടിയോട് തന്നെ പറയുന്നുണ്ട്, ഇതൊരു സ്ത്രീയുടെ കൊട്ടേഷനാണ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു മേഡം, ഒരു സ്ത്രീയാണ് കൊട്ടേഷൻ കൊടുത്ത ഒരു മേഡമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ കേസ് നടക്കുന്ന സമയത്തൊക്കെ എല്ലാവരും പറഞ്ഞു അത് കാവ്യമാധവനാണെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് 100% ഇത് കാവ്യമാധവനാവാൻ സാധ്യതയില്ല. ഇത് ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ആരോ പണന്ത ഒരു പണിയുന്നത്. അതിനുള്ള ദിലീപിനെതിരെ ഒരു കടലാസ് കഷ്ണം പോലും ഇല്ലാണ്ടായത്. എന്തുകൊണ്ടാണ് ഈ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ ആ സ്ത്രീനെ ചോദ്യം ചെയ്യാണ്ടിരുന്നത്? എന്തുകൊണ്ടാണ് ആ സ്ത്രീനെ ഒരു സാക്ഷി പോലും ആക്കാണ്ടിരുന്നത്? എന്തുകൊണ്ടാണ് ആ സ്ത്രീയുടെ ഫോൺ ലിസ്റ്റ് അന്വേഷിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാണ്ടിരുന്നത്? ഇതൊക്കെ പ്രോസിക്യൂഷന് പറ്റിയ തെറ്റുകളാണ്. ഇതുപോലെ പല ലൂപ്പ് ഹോൾസുകളും വിധിന്യായത്തിൽ അക്കമിട്ട് എണ്ണി പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു തെളിവില്ലാത്തൊരു കേസ് ഒരാളെ ശിക്ഷിക്കണം എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇനിയിപ്പോൾ ഇത് ഹൈക്കോടതിയിൽ വന്നിട്ട് വീണ്ടും ഒരു അന്വേഷണത്തിന് ഉത്തരവിടും. ആ ഉത്തരവിൽ അന്വേഷിക്കും. അപ്പോൾ ഈ വക ഇതിൽ വിട്ടുപോയുള്ള വിധിന്യായത്തിൽ എഴുതിയുള്ള വിട്ടുപോയുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് അന്വേഷിക്കും. അതിൻ്റെ ഇടയിൽ ദിലീപിൻ്റെ കരിയർ നശിപ്പിച്ചു, ദിലീപിൻ്റെ പൊതുജനങ്ങളുടെ ഇടയിലുള്ള എല്ലാ ഇമേജും നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതിൻ്റെ അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ഇതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും മുഖ്യമന്ത്രിനെയും കണ്ട് വിവരങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആകെ തുക ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള അന്വേഷണത്തിലാണ് ഇത് തെളിയുള്ളൂ. എന്തൊക്കെയാണ് ഈ മേഡം ആരാണ്?